5 വർഷത്തോളമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന IT ജീവനക്കാരനായ രാഹുൽ ഇപ്പോൾ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു ആലോചനയിലാണ്. കാർഡ് എടുത്തതിൽ പിന്നെ EMI ഒഴിഞ്ഞിട്ടേയില്ല. EMI സ്കീം ഉപയോഗിച്ച് അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയത് മൂലം കടക്കെണിയിലുമായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഏതാവശ്യത്തിനും പോക്കറ്റിൽ പണമുണ്ടാവുക എന്നത് ചില്ലറ കാര്യമല്ല. കൃത്യമായ ഒരു പ്ലാനിങ്ങും അതുപോലെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഒക്കെ പാലിച്ചാണ് ഇതുവരെയും ആളുകൾക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാവശ്യത്തിനും സമയാസമയം പണം ഉറപ്പാക്കുന്നത് ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ആദ്യം തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം പേരുടെയും ലക്ഷ്യം. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരുപാടധികം ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുമുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിലൂടെ നമുക്ക് 1.5 മാസത്തോളം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ കൃത്യമായി അത് തിരിച്ചടച്ചില്ലെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. മാത്രമല്ല ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഒരുപാടധികം ഓഫേഴ്സും അതുപോലെ ഡിസ്കൗണ്ട്സും ഒക്കെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അവയ്ക്ക് പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടാനും സാധ്യതയുണ്ട്. സാധാരണയായി ബാങ്കുകൾ കൊടുക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു ഫിക്സ്ഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് 50,000 രൂപയാണ് ലിമിറ്റെങ്കിൽ ഒരു മാസം നമുക്ക് ആ 50,000 രൂപ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം 10-15 ദിവസത്തോളം നമുക്ക് ബില്ലടയ്ക്കാനുള്ള സമയമുണ്ടാവും. അതായത് ജനുവരി 20 മുതൽ ഫെബ്രുവരി 20 വരെയാണ് ഒരു മാസത്തെ കാലയളവെന്ന് കരുതുക. അപ്പോൾ ആ മാസത്തെ ബില്ലടയ്ക്കാനായി നമുക്ക് മാർച്ച് 8 വരെ സമയം ലഭിക്കും. ഈ ഒരു തിരിച്ചടവ് കാലയളവ് എന്ന് പറയുന്നത് ശരിയായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാവുന്ന, അതായത് എമർജൻസി ആയിട്ടുണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പണം ഉപയോഗിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല തിരിച്ചടയ്ക്കാനും നമുക്ക് കുറച്ചധികം സമയം ലഭിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇത് നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. മാത്രമല്ല ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റൊരു യൂസേജ് എന്ന് പറയുന്നത് പല ഷോപ്പിംഗ് മാൾസിലും അതുപോലെ ഈവൻ ഓൺലൈൻ സൈറ്റ്സിലും ഈവൻ നമുക്ക് എയർപോർട്ടിൽ ലൗഞ്ച് ആക്സസ് അടക്കമുള്ള ഒരുപാടധികം സൗകര്യങ്ങളും ഫെസിലിറ്റീസുമൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസിനും നമുക്ക് റിവാർഡ് പോയിൻറ്റ്സും ലഭിക്കാറുണ്ട്. ഇത്തരം റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് പിന്നീട് റെഡീം ചെയ്യാനും സാധിക്കും. ഇനി നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർഡ് എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് മാസം നല്ലൊരു തുക നമ്മൾ പെട്രോളിന് വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ ഒരു ഫ്യൂവൽ കാർഡ് എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കുക. ഇനിയല്ല നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടൊരു കാർഡ് എടുക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുക. ചില ആളുകൾ കൂടുതൽ ഫ്ലൈറ്റ് ട്രാവലൊക്കെ ചെയ്യുകയും അതുപോലെ എയർപോർട്ടൊക്കെ അധികം യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എയർ ടിക്കറ്റിന് കൂടുതൽ ഡിസ്കൗണ്ട്സ് കൊടുക്കുകയും അതുപോലെ എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ കൂടുതൽ കൊടുക്കുന്ന കാർഡ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുക. അതുപോലെ ഏത് ബാങ്കിൻ്റെ കാർഡാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യവും പലരും ചോദിക്കാറുണ്ട്. പല കാർഡുകളും പല തരത്തിലുള്ള റിവാർഡ് പോയിൻറ്റ്സും അതുപോലെ ഓഫേഴ്സും ഒക്കെ ആയിരിക്കും തരിക. ഇതെല്ലാം തന്നെ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു കാർഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം. മാത്രമല്ല കാർഡുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാർഡിൻ്റെ ആനുവൽ ഫീസും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ്സും ഒക്കെ വളരെ കൃത്യമായി ഇൻസ്പെക്റ്റ് ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതുവരെ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പാടുള്ളൂ. അനാവശ്യമായി പണം ചെലവാക്കില്ലെന്ന് കൃത്യമായ ഒരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് പാലിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നീട് ഒരുപാടധികം കടക്കെണികളിലേക്ക് നമ്മൾ പോലും അറിയാതെ വഴുതി വീഴേണ്ടി വരും. പലപ്പോഴും ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം ഏറ്റവും അധികം പണം സ്പെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സിലാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് സാധനം വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും. എന്നാൽ ചിലപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്യണമെന്നില്ല. അത് നമുക്ക് വലിയൊരു ഫിനാൻഷ്യൽ ബേർഡൻ തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഷോപ്പിംഗ് സൈറ്റ്സ് വഴി എന്ത് സാധനവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഓവർ സ്പെൻഡിങ് ഹാബിറ്റ്സ് ആദ്യം തന്നെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ പലപ്പോഴും ആളുകൾക്കുള്ള മറ്റൊരു പ്രവണത എന്ന് പറയുന്നത് സാധനങ്ങൾ EMI വ്യവസ്ഥയിൽ വാങ്ങുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഐഫോണോ അല്ലെങ്കിൽ വളരെയധികം ലക്ഷറീസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടി അവർ EMIയുടെ സഹായം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ EMI ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ EMI വ്യവസ്ഥയിൽ എന്ത് സാധനം വാങ്ങാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ നമ്മളെ വലിയൊരു ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും.
ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ EMI തിരിച്ചടക്കാൻ വൈകുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഡിഫോൾട്ട് ആവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഒരു ഫൈനൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും നമ്മുടെ പോക്കറ്റിൽ നിന്നും കൂടുതൽ പണം അപഹരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ബോധ്യത്തോടെ മാത്രമേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പോലും പാടുള്ളൂ. പൊതുവേ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാസ ശമ്പളത്തിൻ്റെ 2-3 ഇരട്ടിയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കാർഡിൻ്റെ ലിമിറ്റ് തീരുമാനിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ലോണുകൾ, അതുപോലെ നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ, ഇവയെല്ലാം തന്നെ ആ ലിമിറ്റ് നിശ്ചയിക്കാൻ വേണ്ടി പരിഗണിക്കപ്പെടാറുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെയും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഒരു ആബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാസ ശമ്പളത്തിൻ്റെയും താഴെ ലിമിറ്റുള്ള ഒരു കാർഡ് എടുക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ മാസ ശമ്പളം എന്ന് പറയുന്നത് 50,000 രൂപയാണെങ്കിൽ ഒരു 45,000 അല്ലെങ്കിൽ 40,000 രൂപയുടെയൊക്കെ ഒരു കാർഡ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങളുടെ എക്സ്പെൻസസ് നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് ആ കാർഡ് നല്ല രീതിയിൽ ഉപയോഗിച്ച് ശീലിക്കാൻ പറ്റും. ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരു ആബ്സല്യൂട്ട് ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കാർഡിൻ്റെ ആനുവൽ ഫീസും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ വളരെയധികം കുറഞ്ഞ നിരക്കിലുള്ളത് ചൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ ഇഫക്റ്റീവായി മാത്രം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ലിമിറ്റ് വളരെ പതിയെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ നിങ്ങളുടെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 50,000 രൂപയാണ് ലിമിറ്റെങ്കിൽ മാക്സിമം ഒരു 20,000 രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വളർത്തിയെടുക്കാൻ വേണ്ടി സഹായിക്കും. കാർഡ് ഉപയോഗം വഴി നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും നിങ്ങൾക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡും നമ്മുടെ ക്രെഡിറ്റ് സ്കോറും വളരെയധികം ഡയറക്റ്റ്ലി തന്നെ കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 40% മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബില്ല് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ പെനാൽറ്റിയും ഫൈനും ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഫൈനൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി അടയ്ക്കേണ്ട തുക എത്രയാണോ അതിൻ്റെ ഒരു സ്പെസിഫിക് എമൗണ്ട് കൃത്യമായി അടച്ച്, ഒരു മിനിമം ഡ്യൂ ഓപ്ഷൻ നമ്മൾ പറയും, അത് കൃത്യമായി അടച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി ഇൻ കേസ് നമ്മളൊരു വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ബിൽ ഡേറ്റ് തന്നെ നമ്മൾ ആ മുഴുവൻ തുകയും അടച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അത് അപ്പോൾ അടച്ച് തീർക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ മാത്രം EMI ഓപ്ഷൻ ഉപയോഗിച്ച് അത് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്തരത്തിൽ കഴിവിൻ്റെ പരമാവധി നേരത്തെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ബേർഡൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡ്സിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓർക്കുക, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. വളരെ നല്ല രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വെപ്പണായിട്ട് നമുക്ക് ഈ ഒരു വാളിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ വളരെ ചെറിയ പിഴവുകൾ പോലും നമ്മുടെ കെയർലെസ്നെസ് കൊണ്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ മുറിവുകൾ ഉണ്ടാക്കാൻ, അത് കാരണം ഹ്യൂജ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസസ് പോലും സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്.